Welcome all of you. Taiman ആണ്. ഇത് Pharmacokinetics വീഡിയോ സീരീസിലെ നമ്മുടെ 17ാമത്തെ വീഡിയോ ആണ്. 17th വീഡിയോ ഇൻ Pharmacokinetics. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് absorption of drugs, then distribution of drugs and metabolism. അപ്പോൾ ഇനി നമുക്ക് elimination of drugs or excretion of drugs ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് excretion of drugs അതിലെ ആദ്യത്തെ വീഡിയോ ആണ്. So this is the first video in the plane of elimination. നമുക്ക് എന്തൊക്കെയാണ് elimination of drugsൽ ഡിസ്കസ് ചെയ്യാനുള്ളത്? നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എലിമിനേഷൻ ഓഫ് ഡ്രഗ്സിൽ പറയാനുള്ളത്. ഒന്ന്, വാട്ട് ആർ ദ റൂട്ട്സ്, ഏതെല്ലാം വഴികളിലൂടെയാണ് എലിമിനേഷൻ നടക്കുന്നത്. റൂട്ട്സ് ഓഫ് എലിമിനേഷൻ ആണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഏതെല്ലാം ഓർഗൻസിലൂടെ എലിമിനേഷൻ നടക്കുന്നു. രണ്ടാമത് ഇതിനകത്ത് പറയാനുള്ളത് കൈനറ്റിക്സ് ഓഫ് എലിമിനേഷൻ ആണ്. കൈനറ്റിക്സ് ഓഫ് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എത്ര അളവിൽ, ഹൗ ഫാസ്റ്റ് ഓർ ദ റേറ്റ് അറ്റ് വിച്ച് ദ എലിമിനേഷൻ ഒക്കേഴ്സ്. സോ ഇതിനകത്ത് അപ്പൊ നമുക്ക് സീറോ ഓർഡർ പറയണം, ഫസ്റ്റ് ഓർഡർ പറയണം, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഓഫ് എലിമിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയണം. പിന്നീട് നമുക്ക് അതിനകത്ത് ടി ഹാഫ് പറയണം, ബയോളജിക്കൽ ഹാഫ് ലൈഫ് ഓഫ് ദ ഡ്രഗ് ഓർ ടി ഹാഫ് ഓഫ് എലിമിനേഷൻ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലെ കൈനറ്റിക്സിൽ പറയേണ്ടത്. നമ്മളപ്പോൾ ഈ വീഡിയോയിൽ, ആദ്യത്തെ വീഡിയോയിൽ വി വിൽ സീ ദ റൂട്ട്സ് ഓർ ദ ഓർഗൻസ് ത്രൂ വിച്ച് ദ ഡ്രഗ് എലിമിനേറ്റ്. അപ്പോൾ നമ്മളൊരു മരുന്ന് കഴിക്കുന്നു, ഓറലാകാം, ഐ വി ആകാം, ഓർ എനി അതർ റൂട്ട്സ്. സിസ്റ്റമിക് സർക്കുലേഷനിൽ മരുന്ന് എത്തുന്നു, അത് ലിവറിൽ വെച്ചിട്ട് ഫേസ് 1 വഴിയും ഫേസ് 2 മെറ്റബോളിസം വഴിയും അതിന്റെ മെറ്റബോളിസം നടക്കുന്നു. മരുന്നുകൾ ഒരു സീനോബയോട്ടിക്സ് ഗ്രൂപ്പിൽപ്പെട്ട സാധനമാണ്. സോ അതുകൊണ്ട് പുറത്തേക്ക് കളയുക എന്നതായിരിക്കും ശരീരം പ്രധാനമായിട്ടും ചെയ്യുക. മെറ്റബോളിസത്തിന്റെ ഫേസ് 2 കൂടി കഴിയുന്നതോടുകൂടി മരുന്ന് വാട്ടർ സോലുബിൾ ആയിട്ട് മാറിക്കഴിയും. സോ വെള്ളത്തിൽ അലിയുന്നതാവും. സോ വെള്ളത്തിൽ അലിയുന്ന ഒരു മരുന്നിനെ ഏറ്റവും എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്യാവുന്നത് യൂറിനിലൂടെ ആയിരിക്കും, കിഡ്നിയിലൂടെ അല്ല. യൂറിൻ കണ്ടെയ്ൻ 99% ഓഫ് വാട്ടർ. സോ കിഡ്നീസ് ഓർ യൂറിൻ ഓർ വി ക്യാൻ സേ റീനൽ എലിമിനേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർ നമ്പർ 1 റൂട്ട് ഓഫ് എലിമിനേഷൻ. പക്ഷെ വെള്ളത്തിൽ അലിഞ്ഞു എന്നതുകൊണ്ട് മാത്രം മരുന്ന് യൂറിനിലൂടെ പോകണമെന്നില്ല. മരുന്നിന്റെ മോളിക്കുലാർ വെയിറ്റ് ഒരു തടസ്സമാണ്. ബൾക്കി ഓർ ഹൈ മോളിക്കുലാർ വെയിറ്റ് ആണെങ്കിൽ, ഉദാഹരണം ഫേസ് 2 മെറ്റബോളിസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഗ്ലൂക്കറോണിഡേഷൻ എന്നൊക്കെയുള്ള പ്രോസസ് ആയിരിക്കും നടക്കുക. സോ ദ ഡ്രഗ് ബിക്കംസ് മോർ ബൾക്കി ഇൻ സൈസ് ഓർ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദ ഡ്രഗ് വിൽ ഇൻക്രീസ്. സോ ഇങ്ങനെയുള്ള മരുന്നിനെ ഹെപ്പറ്റോസൈറ്റ്സ് ബൈലിലേക്കായിരിക്കും. സോ ബൈലിലൂടെ അത് ഇൻഡസ്റ്റൈനിലെത്തും, ഇൻഡസ്റ്റൈനിലൂടെ അത് ഫീസസിലെത്തും. സോ ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് റൂട്ട് ഈസ് ഫീസസ് വഴിയാണ് ബൈല് വഴി ഫീസസിൽ എത്തുന്നു. ഇനി മറ്റു വഴികൾ കൂടിയുണ്ട് ഡ്രഗിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട്. ഉദാഹരണം സ്വെറ്റ് ഗ്ലാൻസ്, സ്വെറ്റിലൂടെ നമുക്ക് കളയാം. സ്വെറ്റ് മീൻസ് വിയർപ്പ് വഴി, വിയർപ്പ് ഗ്രന്ഥികൾ വഴി. നാലാമത്തത് നമുക്ക് സലൈവറി ഗ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഉമിനീർ വഴി പുറത്തേക്ക് കളയാം. അഞ്ചാമത്തത് ബ്രസ്റ്റ് മിൽക്ക് വഴി പുറത്തേക്ക് കളയാം. സോ ഇത് മൂന്നിനെയും നമുക്ക് ഗ്ലാൻഡുലാർ സെക്രീഷൻസ് എന്ന് പറയാമല്ലോ, ബിക്കോസ് ഓൾ ദീസ് ആർ സെക്രീഷൻസ് ഫ്രം സം ഗ്ലാൻഡ്. സോ ഗ്ലാൻഡുലാർ സെക്രീഷൻസ്. ഇനി ഇതല്ലാതെ ഇപ്പോൾ ഉദാഹരണം മരുന്ന് കഴിക്കുന്നത് ഗ്യാസ് ആണെങ്കിൽ, ഐ മീൻ ഇഫ് യു ആർ ടേക്കിംഗ് ആസ് ഗ്യാസ് ആണെങ്കിൽ അതിനെ ലങ്സിലൂടെ എക്സെയിൽഡ് എയർ വഴി, സോ എക്സ്ഹെയിൽഡ് എയർ വഴി പുറത്തേക്ക് ലങ്സ് വഴിയും നമുക്ക് ഡ്രഗിനെ എലിമിനേറ്റ് ചെയ്യാം. സോ അപ്പം നമ്മൾ 6 വഴികൾ കണ്ടു. ഔട്ട് ഓഫ് ദിസ് യൂറിൻ ഓർ റീനൽ എലിമിനേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നമ്പർ 1 റൂട്ട്. അതർ ഓൾ ആർ മൈനർ റൂട്ട്സ്. സോ മൈനർ റൂട്ട്സ് are feces, sweat, saliva, breast milk and exhale lung. So ഇതാണ് roots of drug elimination. Now let us see one by one. ഓരോന്നായിട്ട് ഉദാഹരണ സഹിതം നമുക്ക് കാണണം. അപ്പോൾ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും കിഡ്നി ഓർ യൂറിൻ ആണെന്ന് പറഞ്ഞു. സോ റീനൽ എലിമിനേഷൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് ഇസ് ദ മേജർ റൂട്ട്. 95% ഓഫ് ദ ഡ്രഗ്സ് ആർ എക്സ്ക്രീറ്റഡ് വയ ദിസ് റൂട്ട്, ദാറ്റ് ഈസ് ത്രൂ യൂറിൻ. ഇനി കിഡ്നി ഓർ ദിസ് റീനൽ എലിമിനേഷൻ, ഇതിൽ 2 രീതിയിലാണ് പ്രധാനമായിട്ടും എലിമിനേഷൻ നടക്കുന്നത്. വൺ ഈസ് കോൾഡ് ആസ് ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ. രണ്ടാമത്തത് ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ ആണ്. സോ ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട വഴികൾ. ഇനി ഒരു വഴി കൂടിയുണ്ട്, ദാറ്റ് ഈസ് ട്യൂബുലാർ റീഅബ്സോർഷൻ. സോ ഇത് തന്നെയാണ് ആക്ച്വലി കിഡ്നിയിലെ യൂറിൻ ഉണ്ടാവുന്ന പ്രധാന വഴികൾ ഇതാണ്. അപ്പോൾ സെയിം റൂട്ട്സ് തന്നെയാണ് ഡ്രഗ് എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ടും ഉപയോഗിക്കുക, കാരണം യൂറിനിലൂടെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നിനെയും നമുക്ക് വിശദമായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഈ 2 പ്രോസസ്സിനെ
ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് കിഡ്നിയുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് നെഫ്രോൺ ആണ്. നമുക്കറിയാം ഈ നെഫ്രോണിന്റെ ഭാഗങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. നെഫ്രോണിന്റെ ബേസിക് ഭാഗങ്ങൾ ഇതാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. ഇത് നമുക്കറിയാം. ബോമൻസ് ക്യാപ്സ്യൂൾ അതെങ്ങനെ അങ്ങ് പോയി ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ആകുന്നു. സോ പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ ഉണ്ട്, ദെൻ ലൂപ്പ് ഓഫ് എൻലി ഉണ്ട്, ഇത് ലൂപ്പ് ഓഫ് എൻലി ആണ്, ദെൻ ഇറ്റ് ബിക്കംസ് ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ടു ദ കളക്ടിംഗ് ഡക്ട്. ഓക്കെ, ദെൻ മെഡുല്ലിലേക്ക് പോയി അവസാനം യൂറിൻ താഴത്തേക്ക് പോകുന്നു. ഇതാണ് സാധാരണ നടക്കുന്നത്. ആൻഡ് ഓരോ നെഫ്രോണിന്റെയും ഈ ബോമൻസ് ക്യാപ്സ്യൂളിനകത്തേക്ക് രക്തക്കുഴൽ വരുന്നുണ്ട്. ഇത് ഈ ഒരു രക്തക്കുഴൽ ഇങ്ങോട്ടേക്ക് വരുന്നു ആൻഡ് ഇറ്റ് ബിക്കംസ് എ ടഫ്റ്റ് ഓഫ് കാപ്പിലറി. അപ്പൊ ഇതിനെ നമുക്ക് എഫറന്റ് ആർട്ടീരിയോൾ എന്ന് വിളിക്കാം. ഈ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസിനെയാണ് നമ്മൾ ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ദെൻ അത് തിരിച്ച് വീണ്ടും ജോയിൻ ചെയ്യുന്നു, അത് എഫറന്റ് ആർട്ടീരിയോൾ ആവും. ഈ എഫറന്റ് ആർട്ടീരിയോൾ ആയിട്ട് മാറുന്നു. സോ ദിസ് ആൻ ആർട്ടീരിയോളാർ സ്ട്രക്ചർ. ആൻഡ് ഇത് ഇവിടെ നിൽക്കുന്നില്ല. എഫറന്റ് ആർട്ടീരിയോൾ താഴ്ത്തു വന്നിട്ട് വീണ്ടും ഈ ലൂപ്പിനെയൊക്കെ ഇങ്ങനെ ചുറ്റി ഏകദേശം ഇങ്ങനെ ഇതേപോലെ തന്നെ പാരലായിട്ട് പോകുന്നുണ്ട്. ഈ ബ്ലഡ് വെസൽസിനെ നമുക്ക് വാസ റെക്ട എന്ന് വിളിക്കും. വാസ റെക്ട. സോ ഇത്രയും കാര്യങ്ങളുടെ പുറത്താണ് നമ്മൾ ബാക്കിയുള്ള ഡിസ്കഷനൊക്കെ നടത്തുന്നത്. നമുക്ക് ആദ്യം കിഡ്നിയിലെ ഫസ്റ്റ് എലിമിനേഷൻ പ്രോസസ് ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ എന്താണ് എന്ന് നോക്കാം. സോ ബോമൻസ് ക്യാപ്സ്യൂൾ, ഇതാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. ബോമൻസ് ക്യാപ്സ്യൂളിലുള്ള ഗ്ലോമറുലസ് എന്ന് പറയുന്ന ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആണ്. സോ ഇത് ഈസ് ദ എഫറന്റ് ആർട്ടീരിയോൾ ആൻഡ് ദിസ് ഈസ് ദ എഫറന്റ് ആർട്ടീരിയോൾ. സോ ഇതിനിടയിൽ തിരിഞ്ഞ് ടഫ്റ്റ് ഓഫ് കാപ്പിലറി ആയിട്ട് മാറുകയാണ്. സോ ഇത് ആർട്ടീരിയോൾ ആയിരുന്നു, ഇത് കാപ്പിലറീസ് ആണ്. ആൻഡ് ഇവിടുത്തെ കാപ്പിലറീസ് ആർ ലീക്കി. ഈ കാപ്പിലറീസ് ഭയങ്കര ലീക്കി ആണ്. ധാരാളം ഫെനിസ്ട്രേഷൻസ് ഉണ്ട്, മാത്രമല്ല ധാരാളം പോസുകൾ ഉണ്ട്. ആൻഡ് ദീസ് സെൽസ് ഹാവ് ഗ്യാപ് ജംഗ്ഷൻ. വലിയ ഗ്യാപ് ജംഗ്ഷൻ ഉള്ള എൻഡോത്തീലിയൽ സെൽസ് ആണ് ഈ കാപ്പിലറീസിന് ഉള്ളത്. ആൻഡ് മാത്രമല്ല ഈ ബോമൻസ് ക്യാപ്സ്യൂളിന്റെ ഔട്ടർ ലെയർ, ഈ ലെയർ ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ വരുന്നത്. ഈ ലെയർ അതിനെ നമുക്ക് പോഡോസൈറ്റ്സ് എന്ന് വിളിക്കാം. സോ ഈ ലെയർ ഇതാണ്, ദിസ് ഈസ് പോഡോസൈറ്റ്സ് എന്നാണ് നമ്മൾ അവയെ വിളിക്കുക. ഈ പോഡോസൈറ്റ്സിന്റെ ഇടയിൽ കണ്ടോ, ഇങ്ങനെ ഈ പോഡോസൈറ്റ്സിന്റെ ഇടയിൽ ദർ ആർ സം ഗ്യാപ്സ് അല്ലെങ്കിൽ വിടവുകളുണ്ട്. സോ ഗ്ലോമർലസിൽ നിന്ന് ബ്ലഡ് വഴി എത്തിയ മരുന്നുകൾ, സോ മരുന്ന് ഇതിനകത്തായിരുന്നു, അത് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിയ മരുന്നുകൾ ഇനി ഇതിനിടയിലൂടെ ഈ ഗ്യാപ്പിലൂടെ നേരെ ലീക്കി പോസിലൂടെ പുറത്തേക്ക് എത്തുന്നു. ആൻഡ് ദിസ് റീച്ചസ് ദ ലൂമൻ, നെഫ്രോണിന്റെ ലൂമൻ. സോ ദിസ് ദ ഇന്നർ സൈഡ് ഓർ ലൂമൻ ഓഫ് ദ നെഫ്രോണൽ ലൂമനിലേക്ക് എത്തുന്നു. സോ ഒരു മിനിറ്റിൽ എത്ര എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിനിറ്റിൽ എത്ര ml ബ്ലഡ് ആണ് ഫിൽട്ടർ ചെയ്യുന്നു. സോ അതനുസരിച്ച് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്നാണ് നമ്മൾ അതിന് പറയാം, GFR എന്നാണ് അതിന് പറയാം. സോ സാധാരണ അത് 120 ml പെർ മിനിറ്റ് ആണ്. സോ നമുക്കിവിടെ പറയുന്ന ഫസ്റ്റ് പോയിന്റ്, ആദ്യത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഫിൽട്ടറേഷൻ പ്രോസസ് ഓർ ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ പ്രോസസ് ഈസ് എ പാസീവ് പ്രോസസ്. സോ അതാണ് നമുക്ക് ആദ്യം പറയാം, പാസീവ് പ്രോസസ്. ദാറ്റ് മീൻസ് നോ എനർജി ഈസ് റിക്വയർഡ്, എനർജി ആവശ്യമില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് മരുന്ന് ഹൈ കോൺസെൻട്രേഷൻ, ഇവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ ആണ്, ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്. കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തിലേക്ക്, അതായത് ബ്ലഡിനകത്ത് നിന്ന് ട്യൂബ്യൂൾസിനകത്തേക്ക് എത്തുന്നു. So that's the first point. രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ഈസ് മരുന്ന് വാട്ടർ സോലുബിൾ ആണെങ്കിലും ഇഫ് ഇറ്റ്സ് മോളിക്കുലാർ വെയിറ്റ് ഈസ് ഹൈ ഓർ ഇഫ് ദേ ആർ ബൾക്കി, അങ്ങനെയാണെങ്കിൽ ഈ ഫെനിസ്ട്രേഷൻ പോറിലൂടെ ഒന്നും കടന്നു പോകില്ല. സോ ഇറ്റ് കനോട്ട് ബി ഫിൽട്ടേർഡ്. സോ ദ ഡ്രഗ്സ് വിത്ത് ഹൈ മോളിക്കുലാർ വെയിറ്റ് ഈസ് നോട്ട് ഫിൽട്ടേർഡ് ബൈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. സോ ഹൈ മോളിക്കുലാർ വെയിറ്റ് ഈസ് എ ഹിൻഡ്രൻസ്, തടസ്സമാണ്. മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ്, ഇഫ് ദ ഡ്രഗ് ഈസ് പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ആണെങ്കിൽ, ഡ്രഗ് ഇവിടെ വരുന്ന ഡ്രഗ് പ്ലാസ്മ പ്രോട്ടീൻ, ഇത് മരുന്നാണെന്ന് വിചാരിക്കുക, ആൻഡ് ദിസ് ഈസ് പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. സോ അങ്ങനെയാണെങ്കിലും ഫിൽട്ടറേഷൻ നടക്കും, കാരണം പ്ലാസ്മ പ്രോട്ടീൻസിന് ഇതിലൂടെ കടക്കാൻ കഴിയില്ല. ഓൺലി മോളിക്കുലാർ വെയിറ്റ് 30,000 താഴെ മാത്രം ഉള്ള പ്ലാസ്മ പ്രോട്ടീൻ മാത്രമേ അതിലൂടെ കടന്നു പോകാൻ പറ്റൂ. സോ ഹൈലി പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട്, bound are not filtered. Filtration illa, not filtered, so not excreted via glomerular filtration. So ഉദാഹരണം പറയുകയാണെങ്കിൽ warfarin is 99% protein bound, so low GFR. The drug is long acting because the drug is not excreted through or eliminated through glomerular filtration. നാലാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് ഗ്ലോമറുലാർ എൻഡോത്തീലിയൽ സെൽസിന്റെ ഔട്ടർ ലെയർ.
സോ ഇവിടെ ദിസ് ഈസ് ദ ഗ്ലോമറുലാർ എൻഡോത്തീലിയൽ സെൽ. ഇതാണ് ഇതിന്റെ ഔട്ടർ ലെയറിൽ ഇവിടെ. ആൻഡ് ഇത് സത്യത്തിൽ ഒരു സിംഗിൾ യൂണിറ്റ് ആണ്, ഫിൽട്രേഷൻ മെംബ്രെയിൻ ആണ്. ഈ മെംബ്രെയിന്റെ ഔട്ടർ യൂണിറ്റ് ആക്ച്വലി ഇവിടെയാണ്. ഇവിടെ ദിസ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഹെപ്പരാൻ. ഞാൻ ഹെപ്പാരിൻ എന്നല്ല പറഞ്ഞത്, ഹെപ്പരാൻ സൾഫേറ്റ്. ശരീരത്തിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഹെപ്പരാൻ സൾഫേറ്റ്. അത് ഹൈലി നെഗറ്റീവ്ലി ചാർജ് ആണ്. ദാറ്റ് മീൻസ് ദിസ് കണ്ടെയ്ൻ നെഗറ്റീവ്ലി ചാർജ്. ഇവിടെയൊക്കെ നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് ഇപ്പൊ പ്രോട്ടീൻസ് ഒക്കെ നമുക്കറിയാം ഒരുപാട് നെഗറ്റീവ് ചാർജസ് ഉള്ള ഏരിയാസ് അതിനകത്തുള്ളതാണ്. സോ അതൊന്നും അല്ലെങ്കിലും കടന്നു പോലെ ബിഗ് ആണ്. മാത്രമല്ല ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ് ദേ കനോട്ട് മൂവ്. നെഗറ്റീവ്ലി ചാർജ് ഉള്ള സാധനങ്ങളൊന്നും പോവില്ല. സോ പോസിറ്റീവ്ലി ചാർജ് ഉള്ള മാത്രമായിരിക്കും പോവുക. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് മെംബ്രെയിൻ. അല്ലെങ്കിൽ സാധാരണ മെംബ്രെയിൻ ഒക്കെ നെഗറ്റീവ്ലി ചാർജ് ആണ്, എങ്കിലും ഇവിടെ ഹെപ്പരാൻ സൾഫേറ്റ് പോലെയുള്ള സാധനങ്ങൾ കൂടിയുണ്ട്. ഇനി അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ദ റേറ്റ് ഓഫ് ബ്ലഡ് ഫ്ലോ ആണ്. ബ്ലഡ് ഫ്ലോ എന്തെല്ലാം ഉണ്ടായാലും ഗ്ലോമർലെസിലേക്ക് ഇവിടെ നിന്ന് ധാരാളം ബ്ലഡ് വന്നാൽ മാത്രമാണ് ഫിൽട്ടറേഷൻ നടക്കുള്ളൂ. സാധാരണ 120 ml per minute ആണെന്ന് ഞാൻ പറഞ്ഞു. ഇഫ് ദർ ഈസ് ഹൈ ബ്ലഡ് ഫ്ലോ ദർ ബി മോർ ഫിൽട്ടറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ആൻഡ് ഇഫ് ദ ബ്ലഡ് ഫ്ലോ ഈസ് ലെസ്, കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞാൽ ഫിൽട്ടറേഷൻ കുറവായിരിക്കും. ഡ്രഗ് എക്സ്ക്രീഷൻ വിൽ ബി ലെസ്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡ്രഗ്സ് ഗെറ്റ് ഫിൽട്ടേർഡ്. വൺ ഈസ് അമിനോഗ്ലൈക്കോസൈഡ്സ്. സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡ്രാമൈസിൻ അങ്ങനെയൊക്കെയുള്ള ആന്റിബയോട്ടിക്സ് മരുന്നുകളാണ് അമിനോഗ്ലൈക്കോസൈഡ്. വാങ്കോമൈസിൻ ആന്റിബയോട്ടിക് ആണ്. സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള ആന്റിബയോട്ടിക് ആണ് വാൻകോമൈസിൻ. സോ ഇറ്റ് ഹാസ് എ ബിഗ് സ്ട്രക്ചർ. ദെൻ തേർഡ് വൺ ഈസ് ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ. ലോ മോളിക്കുലാർ വെയിറ്റ് ശ്രദ്ധിക്കാൻ, ഞാൻ ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ എന്നാണ് പറഞ്ഞത്, അതിനും കടന്നു പോകാം. സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് ഡ്രഗ്സ് വിച്ച് ക്യാൻ പാസ് ത്രൂ ബൈ ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ ഓർ എലിമിനേറ്റഡ് ത്രൂ ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ. ഇനി രണ്ടാമത്തെ പ്രധാന പ്രോസസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. നമ്മൾ യൂറിൻ ഫോർമേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ അതല്ല, ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ ആണ്. ഇവിടെ മരുന്ന് ഇത് നെഫ്രോൺ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദിസ് ഈസ് നെഫ്രോൺ. മരുന്ന് നെഫ്രോണിന് ചുറ്റുമുള്ള ദിസ് ആർ വാസാറക്ട. ഇതാണ് വാസാറക്ടയിൽ നിന്ന് നെഫ്രോണിന്റെ ലൂമന്റെ അകത്തേക്ക്, ഇതാണ് ലൂമന്റെ അകത്തേക്ക് തിരിച്ച് പമ്പ് ചെയ്യുക. സോ ഫിൽട്ടർ ചെയ്യാത്ത മരുന്ന്, സോ ഇവിടെ നിന്ന് ഗവൺമെന്റ് ക്യാപ്സ്യൂളിലൂടെ ഫിൽട്ടർ ചെയ്യാത്ത മരുന്ന് തിരിച്ച് ഇവിടെ എത്തുമ്പോൾ ഈ മരുന്ന് ബ്ലഡ് വെസലിനകത്തുണ്ട്. ദിസ് ഡ്രഗ് വിൽ ബി പാസ് ടു ദിസ് ഏരിയ ആൻഡ് അവിടെ നിന്ന് റീനൽ ട്യൂബ്യൂൾസിനകത്തേക്ക് സെക്രീറ്റ് ചെയ്യാണ്. സോ ഇവിടുത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ആൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പേരിൽ തന്നെ ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ ആണ്. സോ ദിസ് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ് ആണ് എന്നുള്ളതാണ്. സോ ആക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നീഡ്സ് എനർജി. ഇറ്റ് നീഡ്സ് എനർജി ആവശ്യമാണ്. മാത്രമല്ല ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് നമുക്ക് പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടർ കൂടി വേണം. സോ സ്പെഷ്യൽ ട്രാൻസ്പോർട്ടേഴ്സ് ആർ റിക്വയർഡ്. സോ ഏതെല്ലാമാണ് ഈ ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഴ്സ്. വൺ ഈസ് OATP എന്ന് വെച്ചാൽ ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ ഓർ OAT എന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത്തെ, സോ ദിസ് ഇസ് ഫോർ ആനയോൺസിനാണ്. രണ്ടാമത്തെ എന്തായിരിക്കും? OCT ഓർഗാനിക് കാറ്റയോൺ ട്രാൻസ്പോർട്ടേഴ്സ് ഫോർ കാറ്റയോൺ ആയിരിക്കും. മൂന്നാമത്തത് PGP എന്നുള്ളതാണ്. PGP എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ആൻ ABC ട്രാൻസ്പോർട്ടർ ആണ്. ഫേമസ് ആയിട്ടുള്ള ഒരു ABC ട്രാൻസ്പോർട്ടർ ആണ്. ദീസ് ആർ നോൺ സ്പെസിഫിക് ആണ്. ആനയോൺ ആണോ കാറ്റയോൺ ആണോ എന്നല്ല, പ്രധാനമായിട്ടും അൺചാർജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കടത്തിവിടുക. പ്ലസ് അഡീഷണലി സം കാറ്റയോണിക് ചാർജ് ഉള്ളതിനെയും കടത്തിവിടും. സോ ദീസ് ആർ ദ ട്രാൻസ്പോർട്ടേഴ്സ് റിക്വയർഡ്. ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ടർ വഴി പ്രധാനപ്പെട്ട മരുന്നുകൾ പമ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മരുന്നുകൾ വൺ ഈസ് പെനിസിലിൻസ് ഉണ്ട്. ദെൻ പ്രൊബൻസിൻ, ഇത് പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് പ്രൊബൻസിൻ. ദെൻ യൂറിക് ആസിഡ് ശരീരത്തിൽ തന്നെ ഉള്ള ഒരു സാധനമാണ്. ദെൻ NSAIDs എന്ന് വെച്ചാൽ വേദനാ സംഹാരികളാണ്. ഐബുപ്രൂഫൻ, ഡൈക്ലോഫെനാക് അങ്ങനെയൊക്കെ ഉള്ള ദീസ് ആർ ഓൾ ആസിഡ്. ആൻഡ് മെത്തോട്രക്സേറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട മരുന്നാണ് മെത്തോട്രക്സേറ്റ്. വേറെയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ദെൻ ഓൾ ഡ്രഗ് ഗ്ലൂക്കറോണൈഡ്സ് എന്ന് വെച്ചാൽ ഗ്ലൂക്കറോണൈഡ് കോൺജുഗേഷൻ ആയിട്ട് വരുന്ന എല്ലാ മരുന്നുകളും. ഓൾസോ ഡ്രഗ് പ്ലസ് സൾഫോണൈഡ്സ് ആയിട്ട് വരുന്നതും. സോ രണ്ട് കോൺജുഗേറ്റഡ് പ്രൊഡക്റ്റ് രണ്ടും തിരിച്ചെടുക്കും. ദെൻ അനദർ ഡ്രഗ് പറയുകയാണെങ്കിൽ സിഡോഫോവിർ പോലെയുള്ള. ഇനി ഓർഗാനിക് കാറ്റയോണിക് ട്രാൻസ്പോർട്ടർ വഴി പോകുന്നത് അധികം
ഡയൂററ്റിക്സ് ആണ്, ഓർത്തിരിക്കാൻ സുഖമാണ്. തയാസൈഡ് ഡയൂററ്റിക്, അമിലോറൈഡ് ഈസ് എ ഡയൂററ്റിക്, അമിലോറൈഡ് ഡയൂററ്റിക് ആണ്. ട്രയാംറ്ററിൻ ഈസ് ഓൾസോ എ ഡയൂററ്റിക്. ദെൻ ഫ്രൂസിമൈഡ് നമുക്കറിയാം ലൂപ്പ് ഡയൂററ്റിക് ആണ്. ഫ്രൂസിമൈഡ് രണ്ടും ശരിയാണ്. സോ ഡയൂററ്റിക്സ് ആണ്. ദെൻ സം ഡ്രഗ്സ് ലൈക്ക് ബേസിക് ഡ്രഗുകളാണല്ലോ, അപ്പൊ ക്യുനൈൻ നമുക്ക് എഴുതാം. ദെൻ സിമിറ്റിഡിൻ നമുക്ക് എഴുതാം, പ്രൊക്കൈനമൈഡ് നമുക്ക് എഴുതാം. ഇത്രയും ഡ്രഗുകൾ നമുക്കൊരു എക്സാമ്പിൾസ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി PGP നമുക്കറിയാം. PGP is an efflux ട്രാൻസ്പോർട്ടർ ആണ് നമ്മൾ വേറെ പല സ്ഥലത്തും പറഞ്ഞിരുന്നത്. എഫ്ലക്സ് ട്രാൻസ്പോർട്ടർ മീൻസ് വിച്ച് പമ്പ്സ് ഔട്ട്, സെൽസിനകത്തുനിന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുന്ന ഒരു ട്രാൻസ്പോർട്ടറാണ് PGP. ഓക്കെ, ഇനിയിപ്പോ അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത്, ഈ ട്രാൻസ്പോർട്ടേഴ്സ് എല്ലാം തന്നെ ബൈ ഡയറക്ഷനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്യുന്നത് പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും. സോ ദിസ് ക്യാൻ പമ്പ് ഇൻ ബോത്ത് ഡയറക്ഷൻ. സോ ദീസ് പമ്പ്സ് ആർ ബൈ ഡയറക്ഷണൽ. സോ ശരീരത്തിന്റെ ബ്ലഡിൽ നിന്ന് മരുന്ന് പോകുക മാത്രമല്ല, തിരിച്ച് കയറാനും വേണമെങ്കിൽ പറ്റും. ബട്ട് യൂഷ്വലി ഡ്രഗ്സുകൾ സീനോബയോട്ടിക്സ് എല്ലാം പുറത്തേക്ക് കളയുകയായിരിക്കും ചെയ്യുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് യൂറിക് ആസിഡ് ആണെങ്കിൽ അകത്തേക്ക് കയറുകയായിരിക്കും ചെയ്യുക. മരുന്നുകളൊക്കെ ആണെങ്കിൽ മിക്കവാറും പുറത്തേക്ക് പോവുകയാവും ചെയ്യുക. സോ എൻഡോജീനിയസ് സബ്സ്റ്റൻസസ് മേ ബി ടേക്കൺ ബാക്ക്, ബട്ട് എക്സോജീനിയസ് കോമ്പൗണ്ട്സ് ആർ യൂഷ്വലി സെക്രീറ്റഡ് ഔട്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത്, ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള ഡ്രഗുകളെയും നമുക്ക്, സോ ഫോർത്ത് പോയിന്റ് ആയിരിക്കും, ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള ഇവിടെ വരുന്ന ഡ്രഗുകൾ പ്രോട്ടീൻ ബൗണ്ട് ആണെങ്കിൽ ഇതിനെയും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അകത്തേക്ക്, ലൂമിന്റെ അകത്തേക്ക് കളയാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ ബൗണ്ടിനെ നോട്ട് ഫിൽറ്റേർഡ് എന്നാണ് പറഞ്ഞത്, പക്ഷെ പ്രോട്ടീൻ ബൗണ്ടിനെയും വേണമെങ്കിൽ ഈ പ്രോസസ് വഴി പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ഒരു ഗുണമുള്ളത്, പ്രോട്ടീൻ ബൗണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ, ബ്ലഡിനകത്ത് പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ കുറയും. ബ്ലഡിനകത്ത് പ്രോട്ടീൻ ബൗണ്ട് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ഡ്രഗ് വിൽ ബിക്കം മോർ ഡിസോസിയേറ്റഡ്, പ്രോട്ടീനിൽ നിന്ന് ഡിസോസിയേറ്റഡ്. കാരണം പ്രോട്ടീൻ ബൗണ്ടും അല്ലാത്തതുമായിട്ടുള്ള ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ബൗണ്ടും അൺബൗണ്ടും ആയിട്ടുള്ള ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് അൺബൗണ്ട് ചെയ്യും. അൺബൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫിൽട്രേഷൻ വീണ്ടും കൂടും, അപ്പോൾ മരുന്ന് കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ദ അഡ്വാൻറ്റേജ് ഓഫ് പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗിനെ പുറത്തേക്ക് കളയുമ്പോൾ സംഭവിക്കുന്ന കാര്യം. ഇനി മരുന്നുകൾ ഇത്തരം ട്രാൻസ്പോർട്ടേഴ്സ് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ചില തെറാപ്യൂട്ടിക് ഇഷ്യൂസ് അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ദീസ് ട്രാൻസ്പോർട്ടേഴ്സ് ആർ നോൺ സെലക്റ്റീവ്. ട്രാൻസ്പോർട്ടേഴ്സ് നോൺ സെലക്റ്റീവ് ആണ്, അതായത് വിവിധ മരുന്നുകൾക്ക് ഒരേ ട്രാൻസ്പോർട്ടറിലൂടെ വേണമെങ്കിൽ കടന്നു പോകാം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടറിന് പലതരം മരുന്നുകളെ ഒരേ സമയം ട്രാൻസ്പോർട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളെ അസുഖങ്ങൾക്ക് പല മരുന്നുകളായിരിക്കും ഒരുമിച്ച് ഒരേ സമയം കഴിക്കേണ്ടി വരിക, അല്ലെ? ഇപ്പൊ ഉദാഹരണം, ഗുണകരമായിട്ടുള്ള ഒരു എഫക്റ്റിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സപ്പോസ് വി ആർ ടേക്കിംഗ് പെൻസിലിൻ നമ്മൾ കഴിക്കാമെന്ന് വയ്ക്കുക. പെൻസിലിൻ ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ടർ വഴി പുറത്തു പോകുന്നു പറഞ്ഞു. മറ്റൊരു മരുന്നാണ് പ്രൊബൻസിഡ് എന്ന മരുന്നും ഇതുവഴി തന്നെയാണ് പുറത്ത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് മരുന്നുകൾ ഒരേ ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ ദർ വിൽ ബി എ കോമ്പറ്റീഷൻ. തമ്മിലൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ ആരാണ് കൂടുതൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നത് വെച്ചാൽ ഡ്രഗ്സ് വിച്ച് ഹാവ് മോർ അഫിനിറ്റി. ഏത് ഡ്രഗിനാണ് ഈ ട്രാൻസ്പോർട്ടറിനോട് കൂടുതൽ അഫിനിറ്റി ഉള്ളതെന്നനുസരിച്ച് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊബൻസിഡ് ഹാസ് മോർ അഫിനിറ്റി ടു ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇവിടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന മരുന്ന് പ്രൊബൻസിഡ് ആണ്. എക്സ്ക്രീഷൻ മീൻസ് ഇവിടെ പറഞ്ഞത് സെക്രീഷൻ. പ്രൊബൻസിഡ് വിൽ ബി മോർ എക്സ്ക്രീറ്റഡ് ഔട്ട് റാദർ ദാൻ പെൻസിലിൻ. അപ്പോൾ പെൻസിലിൻ വിൽ ബി സ്പെയർഡ്. പെൻസിലിൻ നമ്മുടെ ബ്ലഡിൽ കൂടുതൽ കിട്ടും. സോ ദിസ് ആൻ അഡ്വാൻറ്റേജ്, ബിക്കോസ് നമുക്ക് പെൻസിലിന്റെ ഡോസ് നമുക്ക് കുറയ്ക്കാം. പെൻസിലിൻ വിൽ ബി ഇൻ അവർ ബോഡി ഫോർ എ ലോങ് ടൈം. സോ ദാറ്റ്സ് വൈ വി കമ്പൈൻ പ്രൊബൻസിഡ് വിത്ത് പെൻസിലിൻ, ബിക്കോസ് ദീസ് ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ടേഴ്സിന് രണ്ടും കോമ്പീറ്റ് ചെയ്യുമ്പോൾ പ്രൊബൻസിഡ് ആയിരിക്കും പുറത്തു പോകും. സോ പ്രൊബൻസിഡ് ഒരു ആത്മഹത്യ സ്ക്വാഡ് പോലെ ആയിരിക്കും ഇവിടെ ഇപ്പൊ വർക്ക് ചെയ്യുക. സോ ദിസ് വൺ എക്സാമ്പിൾ. ദെൻ ഒരു ദോഷം പറയുകയാണെങ്കിൽ സെയിം, ഇവിടെയും പ്രൊബൻസിഡ് തന്നെ പറയാം. അനദർ ഡ്രഗ് നമുക്ക് സിഡോഫോവിർ. അപ്പോൾ സിഡോഫോവിറും ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ സിഡോഫോവിറിന്റെ എമൗണ്ടും കൂടും. ബ്ലഡിൽ സിഡോഫോവിറിന്റെ എമൗണ്ട് കൂടുമ്പോഴത്തേക്കും സിഡോഫോവിർ ഈസ് നെഫ്രോടോക്സിക്. ഈ നെഫ്രോണിന് അല്ലെങ്കിൽ കിഡ്നിക്ക് ഇത് ടോക്സിറ്റി ഉണ്ടാക്കും. സോ ടോക്സിറ്റി ഓഫ് ഡ്രഗ് ക്യാൻ ഇൻക്രീസ്. സോ ഇതൊരു അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്, ഇതൊരു ദോഷവശമാണ് നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആസ്പിരിനും മെത്തോട്രക്സേറ്റിന്റെ എലിമിനേഷൻ ആസ്പിരിൻ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? മെത്തോട്രക്സേറ്റ് ഈസ് ഹൈലി ടോക്സിക്, ഒരു ആന്റി ക്യാൻസർ ഡ്രഗ് ആണ്. ബ്ലഡ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ ദിസ് ക്യാൻ കോസ് ഇൻക്രീസ്ഡ് ടോക്സിസിറ്റി. മെത്തോട്രക്സേറ്റിന്റെ ടോക്സിറ്റി വർദ്ധിപ്പിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് പ്രൊബൻസിഡ് വിത്ത് യൂറിക് ആസിഡ് പറയാം. ഓക്കെ, യൂറിക് ആസിഡ് നമ്മൾ പറഞ്ഞു, യൂറിക് ആസിഡ് ശരീരത്തിൽ തന്നെയുള്ള ഒരു മെറ്റബോളൈറ്റ് ആണ്. സോ യൂറിക് ആസിഡ് തിരിച്ചെടുക്കുകയായിരിക്കും ചെയ്യുക. യൂറിക് ആസിഡ് ഈസ് ടേക്കൺ ബാക്ക്. നമ്മൾ സെക്രീഷൻ ആണ് പറയുന്നത്, പക്ഷെ നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ടേഴ്സ് എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും
ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സോ യൂറിക് ആസിഡ് ലൂമന്റെ അകത്ത് നിന്ന് അകത്തേക്ക് ബ്ലഡിലേക്ക് ആയിരിക്കും എടുക്കുക. സോ ഇവിടെ പ്രൊബൻസിഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും പുറത്തേക്കായിരിക്കും പൊക്കൊണ്ടിരിക്കുക. സോ വാട്ട് വിൽ ഹാപ്പൻ? പ്രൊബൻസിഡ് വിൽ ഇൻഹിബിറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് റീഅബ്സോർപ്ഷൻ കുറയുമ്പോൾ യൂറിക് ആസിഡിന്റെ എമൗണ്ട്, യൂറിക് ആസിഡ് ഇൻ ദ ബ്ലഡ് വിൽ ഡിക്രീസ്. ഏത് അസുഖത്തിനായിരിക്കും ഗുണകരമാവുക? സോ ഇൻ ഗൗട്ടില് പ്രശ്നം ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് ആണ്. സോ വി ക്യാൻ യൂസ് ദിസ് പ്രൊബൻസിഡ് ആസ് എ യൂറിക്കോസൂറിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പ്രൊബൻസിഡ്, ബിക്കോസ് ദിസ് ഇസ് ഇൻഹിബിറ്റിംഗ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് യൂറിക് ആസിഡ്. ഇനി നമുക്ക് പറയാനുള്ളത് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആണ്. ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മരുന്ന് തിരിച്ചെടുക്കലാണ്. ഓക്കെ, ഇതൊരു പാസീവ് പ്രോസസ് ആണ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. സോ ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഇതിനകത്തുനിന്ന് തിരിച്ചെടുക്കലാണ്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈസ് ലിപ്പിഡ് സോലുബിലിറ്റി ആണ്. ലിപ്പിഡ് സോലുബിലിറ്റി ഓഫ് ദ ഡ്രഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദ ഡ്രഗ് ഈസ് സെയിം അബ്സോർപ്ഷൻ, അതേ പ്രോസസ് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ദ ഡ്രഗ് ഈസ് മോർ ലിപ്പിഡ് സോലുബിൾ, ദ ഡ്രഗ് വിൽ ബി ടേക്കൺ ബാക്ക് മോർ. ദെൻ അനദർ ഫാക്ടർ ദാറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ഹിയർ ഈസ് ദ pH. നമ്മൾ സെയിം അബ്സോർപ്ഷൻ, നമ്മൾ pHനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തു. സെയിം പ്രിൻസിപ്പിൾ തന്നെ. ഇവിടെ pH കൂടുകയാണെങ്കിൽ, ഇതിനകത്ത് pH കൂടുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് ദ ഡ്രഗ് ഈസ് വീക്ക്ലി ആസിഡിക് ആണെങ്കിൽ ദ ഡ്രഗ് വിൽ ബിക്കം അൺഅയണൈസ്ഡ്. അൺഅയണൈസ്ഡ് ആകുമ്പോഴത്തേക്കും pH കൂടുക മീൻസ് ആസിഡിറ്റി കൂടുകയാണെങ്കിൽ അൺഅയണൈസ്ഡ് ആവും. അൺഅയണൈസ്ഡ് drug will be increased. So weak acidic drug in acid environment will become more anionic ആകും. സോ അബ്സോർപ്ഷൻ കൂടും. നേരെ തിരിച്ചും ഇത് തന്നെ സംഭവിക്കാം. ഓക്കെ, ബേസിക്കിന്റെ. അപ്പോൾ ഈ മെക്കാനിസം നമുക്ക് അറിയാമെങ്കിൽ എന്താണ് അതിന്റെ ഗുണം? ഉദാഹരണത്തിന് നമ്മളൊരു മരുന്ന് കഴിക്കുന്നു വെക്കുക, ആസിഡിക് ആയിട്ടുള്ള ഒരു മരുന്നാണ് കഴിക്കുന്നത് വെക്കുക. സപ്പോസ് തിങ്ക് ദാറ്റ് വി ആർ ടേക്കിംഗ് എ ഡ്രഗ് വിച്ച് ഈസ് ലിറ്റിൽ ബിറ്റ് ആസിഡിക് ആൻഡ് ദിസ് കോസസ് ടോക്സിസിറ്റി. ഒരാൾ ഒരുപാട് മരുന്ന് കഴിച്ചു. വാട്ട് വി ക്യാൻ ഡു in this toxicity? We can just alkalinize the urine alkalinize ചെയ്ത് കഴിയുമ്പോഴത്തേക്കും what will happen? The drug will get more ionized ആകുമ്പോഴത്തേക്കും reabsorption കുറയുമ്പോഴത്തേക്കും drug will be increasingly eliminated. So toxicity സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം. Okay, same weakly basic drug ആണെങ്കിൽ toxicity വന്നു കഴിഞ്ഞാൽ just acidify the urine acidify ചെയ്താൽ മതി. അപ്പോഴും ഇത് തന്നെ നടക്കും, increase. So what are the urine alkalinizers and urine acidifiers? Urine alkaline ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് sodium bicarbonate ആണ്. Sodium bicarbonate is widely used. Then potassium bicarbonate plus potassium citrate. Then sodium citrate. So citrates, potassium citrate, sodium citrate ഇങ്ങനെയുള്ള കാര്യങ്ങൾ, sodium bicarbonate, ഇതൊക്കെ ആയിരിക്കും നമ്മൾ യൂറിൻ ആൽക്കലനൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ദെൻ യൂറിൻ ആസിഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുക അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം കോമ്പൗണ്ട്സ്, അമോണിയം ക്ലോറൈഡ് ക്യാൻ. ഓക്കെ, ദെൻ സിട്രിക് ആസിഡ് വിത്ത് ഹൈ എമൗണ്ട് ഓഫ് സിട്രിക് ആസിഡും അസ്കോർബിക് ആസിഡും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അമോണിയം ക്ലോറൈഡ് അല്ലാതെ പിന്നെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഡൈബേസിക് സോഡിയം ഫോസ്ഫേറ്റ് ആണ്. ഡൈബേസിക് സോഡിയം ഫോസ്ഫേറ്റ് ക്യാൻ ബി യൂസ്ഡ്, കാര്യമായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന്. പിന്നെ ഇത് വേണമെങ്കിൽ മൂത്രക്കല്ലിന് ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. യൂറിനറി സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ യൂറിനറി alkalinization of urine can be used in urinary stone. Then പിന്നെ ഒരു ഉപയോഗം പറയുകയാണെങ്കിൽ യൂറിനറി ആസിഡിഫിക്കേഷൻ നടത്തിയാൽ യൂറിനറി ആന്റിസെപ്റ്റിക്സിന്റെ പ്രയോജനം കൂടും. സം ഡ്രഗ് മെത്തനമിൻ പോലെയുള്ളത് യൂറിനറി ആന്റിസെപ്റ്റിക് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാറ്. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് ഈ വിവരങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സോ ഇനി യൂറിനിലൂടെ നഷ്ടപ്പെടുന്ന മരുന്നിന്റെ അളവ് നോക്കാം. നമുക്കതിനെ ക്ലിയറൻസ് കപ്പാസിറ്റി, അപ്പോൾ കിഡ്നിയാണ് നമ്മളിപ്പോൾ പറയുന്നതെങ്കിൽ കിഡ്നിയുടെ ക്ലിയറൻസ് കപ്പാസിറ്റി. ഇപ്പോൾ ക്ലിയറൻസ് എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോ പറയാം. ഓക്കെ, ഒരു മരുന്ന് GFR മാത്രമാണ് നഷ്ടപ്പെടുന്നതായിരിക്കാം. GFR എത്രയാണ്? GFR ഈസ് 120 ml per minute ആണ്. സോ ഒരു മരുന്ന് ഗ്ലോമറൽ ഫിൽട്രേഷൻ വഴി മാത്രമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ ഡ്രഗിന്റെ നഷ്ടപ്പെടൽ വിൽ ബി ഈക്വൽ ടു GFR ആയിരിക്കും അല്ലെ, ബിക്കോസ് ഓൺലി ഗ്ലോമറൽ ഫിൽട്രേഷൻ. അല്ലെങ്കിൽ ഇഫ് ദ ഡ്രഗ് ഈസ് ആക്റ്റീവ്ലി ട്യൂബുലാർ സെക്രീഷൻ നടക്കുന്ന ഒരു മരുന്നാണെങ്കിലോ GFR വിൽ ബി മോർ. GFR ഹൈ ആണ്. അപ്പൊ GFR ഹൈ ഉള്ള ഒരു മരുന്ന് ഇഫ് ഇറ്റ് ഈസ് എബവ് 120ക്ക് മുകളിലാണ് എന്ന് കരുതുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ടു പ്രോസസ് അവിടെ രണ്ട് നടക്കുന്നുണ്ട്. വൺ ഗ്ലോമറൽ ഫിൽട്രേഷൻ ഇവിടെ നടക്കുന്നുണ്ട്, പ്ലസ് ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ നടക്കുന്നുണ്ട്. ഇഫ് GFR കുറവാണെങ്കിലോ ദ ഡ്രഗിന്റെ GFR ഈസ് ബിലോ 120യിൽ താഴെയാണെങ്കിൽ അതിന്റെ അർത്ഥം ദ ഡ്രഗ് ഈസ് മോർ ബീൻ ടേക്കൺ ബാക്ക്. ഗ്ലോമറുലാർ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇനി രണ്ട് എക്സാമ്പിൾസ് പറയാം. നമ്മളുടെ 120 തന്നെ ക്ലിയറൻസ് ഉള്ള രണ്ട് മരുന്നുകളാണ് ഇനുലിൻ.
ദെൻ ക്രിയാറ്റിൻ. അതുകൊണ്ടാണ് നമ്മൾ ക്രിയാറ്റിൻ ക്ലിയറൻസ് ഒക്കെ നോക്കുന്നത്. ഒരാളുടെ ക്ലിയറൻസ് കൃത്യമാണോ 120 ആണോ എന്നറിയാം നമുക്കിത് നോക്കിക്കഴിഞ്ഞു. ദെൻ ക്ലിയറൻസ് GFR ഗ്ലോമറുലാർ ഫിൽട്രേഷനും ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷനും രണ്ടും കൂടി നടക്കുന്ന ഒരു മരുന്നാണ് പാരാ അമിനോ ഹിപ്പ്യൂറിക് ആസിഡ്, PAH എന്ന് എഴുതാം. പാരാ അമിനോ ഹിപ്പ്യൂറിക് ആസിഡ് കൂടുതലാണ്. ക്ലിയറൻസ് വിൽ ബി GFR ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് പ്ലസ് ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ രണ്ടും കൂടി നടക്കുന്ന മരുന്ന് ആണ്. ഇനി നമുക്ക് മറ്റു റൂട്ടുകൾ നോക്കാം. ഒന്നാമത്തത് ബൈലാണ്, ബൈൽ ടു ഫീസസ്. ഇത് പ്രധാനമായിട്ട് നടക്കുന്നത് ഡ്രഗ് പ്ലസ് ഗ്ലൂക്കറോണൈഡേഷൻ നടക്കുമ്പോഴാണ്. ഗ്ലൂക്കറോണൈഡേഷൻ നടക്കുമ്പോൾ മോളിക്കുലാർ വെയിറ്റ് കൂടും. എബവ് 300 അല്ലെങ്കിൽ 500 ഡാൾട്ടൺ ഒക്കെ എബവ് ആണെങ്കിൽ ഇറ്റ് കനോട്ട് പാസ് ത്രൂ യൂറിനിലൂടെ പോകാൻ പറ്റും. സോ ഹെപ്പാറ്റോസൈറ്റ്സ്, ഈ മരുന്നുകളെ ഹെപ്പാറ്റോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ബൈ ആക്റ്റീവ്ലി ഇറ്റ് വിൽ ബി സെക്രീറ്റഡ് ഇൻ ടു ദ ബൈൽ, ബൈലിനകത്തേക്ക് വിടും. സോ ഇറ്റ് ക്യാൻ യൂസ് ദ നമ്മൾ നേരത്തെ പറഞ്ഞ OATO അല്ലെങ്കിൽ OCTO അങ്ങനെയൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഴ്സ് വഴി ഇവയെ ബൈലിലേക്ക് സെക്രീറ്റ്. ബൈലിൽ നിന്ന് ഇതെവിടെ എത്തും? ഇൻഡസ്റ്റൈനിലെത്തും. ഇൻഡസ്റ്റൈനിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻഡസ്റ്റൈൻ കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ബാക്ടീരിയ അല്ലെ, ഗട്ട് മൈക്രോഫ്ലോറ എന്നാണ് നമ്മൾ. സോ ഇവിടെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ആൻഡ് ദീസ് പ്രൊഡ്യൂസ് സർട്ടൻ എൻസൈം ലൈക്ക് ഉദാഹരണത്തിന് ഗ്ലൂക്കറോനിഡേസ് എന്ന് പറഞ്ഞ എൻസൈം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് പ്ലസ് ഗ്ലൂക്കറോണൈഡിനെ ഡ്രഗ് വേറെ ഗ്ലൂക്കറോണൈഡ് വേറെ ആക്കി മാറ്റും. ഇറ്റ് വിൽ സ്പ്ലിറ്റ്. സോ ഡ്രഗ് ഇപ്പൊ ഫ്രീ ആയി, ഡ്രഗ് വീണ്ടും അബ്സോർബ് ചെയ്യും. കാരണം ഇൻഡസ്റ്റൈനിൽ നിന്ന് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ പോകുന്നുണ്ട്, അത് പോകുന്നത് വീണ്ടും ലിവറിലേക്കാണ്. സോ ലിവറിൽ ഈ പ്രോസസ് നടക്കും. സോ വാട്ട് വിൽ ഹാപ്പൻ അൾട്ടിമേറ്റ്ലി? എൻറ്ററോ ഹെപ്പാറ്റിക് റീസൈക്ലിംഗ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്, മെറ്റബോളിസത്തിലാണെന്ന് തോന്നുന്നു. സോ ദ ഡ്രഗ് വിൽ ബി റീസൈക്കിൾഡ് ആൻഡ് ദ ഡ്രഗ് വിൽ ബി ദർ ഇൻ ദ ബോഡി ഫോർ ലോങ് ടൈം കൂടുതൽ നേരം ഉണ്ടാവും. ഉദാഹരണത്തിന് ഈസ്ട്രോജൻ. പക്ഷെ ഇതിന്റെ തെറാപ്പറ്റിക് പ്രശ്നമാണ് ഞാൻ പറയാൻ പോകുന്നത്. സപ്പോസ് വി ആർ ടേക്കിംഗ് എൻ ആന്റിബയോട്ടിക്, ഉദാഹരണത്തിന് പെനിസിലിൻസ് കഴിക്കാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ടെട്രാസൈക്ലിനോ ഏത് എറിത്രോമൈസിനോ വാട്ട് എവർ ഇറ്റ് മേ ബി, സം പെനിസിലിൻസ് ലൈക്ക് ഓർ ബ്രോഡ് സ്പെക്ട്രം ലൈക്ക് ഡ്രഗ്സ് കഴിക്കാന്ന് വരിക. ആന്റിബയോട്ടിക്സ് കഴിച്ചാൽ ദിസ് വിൽ കിൽ ദിസ് മൈക്രോഫ്ലോറയെ നശിപ്പിക്കും. മൈക്രോഫ്ലോറ നശിക്കുമ്പോൾ ഈ എൻസൈംസ് ഇല്ലാതാകും. ഈ എൻസൈംസ് ഇല്ലാതാകുമ്പോഴത്തേക്കും എൻഡറോ ഹെപ്പാറ്റിക് റീസൈക്ലിംഗ് നടക്കില്ല. സോ വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ വേണമെങ്കിൽ ഉണ്ടാകാം. ബിക്കോസ് ഈസ്ട്രോജൻ വേണ്ട അളവിൽ ശരീരത്തിൽ ഉണ്ടാകണമെന്നില്ല. സോ ഇതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. ഇനി ഏതെല്ലാം ഡ്രഗുകളാണ് ഇങ്ങനെ ബൈലിലൂടെ പോകുന്ന? ക്ലോറാംഫെനിക്കോൾ നമുക്ക് എഴുതാം. ക്ലോറാംഫെനിക്കോൾ ഒരു ഡ്രഗാണ്. മോണ്ടിലുക്കാസ്റ്റ് ഈസ് അനദർ ഡ്രഗ്, ആസ്മാറ്റിക്, ആസ്മാറ്റിക്. ദെൻ ഹൈ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ. ലോ മോളിക്കുലാർ വെയിറ്റ് നമ്മൾ വേറെ സ്ഥലത്ത് പറഞ്ഞു. സോ ഹൈ മോളിക്കുലാർ വെയിറ്റ് ഡിജിറ്റോക്സിൻ അല്ല, ഡിജിറ്റോക്സിൻ. സോ എക്സാമ്പിൾസ് ഇത്രയൊക്കെയാണ് നമുക്ക് എഴുതാവുന്നത്. ദെൻ ഈസ്ട്രോജൻ. ഇനി അടുത്ത എക്സ്ക്രിഷൻ പ്രോസസ് നമുക്ക് പറയുന്നത് സ്വെറ്റ് ആൻഡ് സലൈവയാണ്. സ്വെറ്റ് ബാർ സലൈവ. ഇവിടെ പ്രധാനപ്പെട്ട ഡ്രഗുകൾ ഉദാഹരണം ലിത്തിയം, then potassium, then rifampicin anti-TB drug ആണ്. ഹെവി മെറ്റൽ. സോ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട സ്വെറ്റിലും സലൈവയിലൂടെയും ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന മരുന്ന്. ഇപ്പോൾ സലൈവയിലാണെങ്കിൽ നമ്മൾ വീണ്ടും സലൈവ വായിൽ വരുമ്പോൾ അത് വീണ്ടും വിഴുങ്ങും, വീണ്ടും ദിസ് ഫേറ്റ് വിൽ കണ്ടിന്യൂ. ഓക്കെ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു എക്സ്ക്രീറ്ററി റൂട്ട് മിൽക്കാണ്. പ്രധാനപ്പെട്ട അല്ല, മൈനർ റൂട്ട്, മിൽക്കാണ്. ഇത് അമ്മയെ സംബന്ധിച്ച് പ്രശ്നമില്ല, പക്ഷെ മുല കുടിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ഇത് ഒരു പ്രശ്നമാകാം. ഏറ്റവും കൂടുതൽ ബേസിക് ഡ്രഗുകളായിരിക്കും മുലപ്പാലിലേക്ക് കൂടുതൽ എക്സ്ക്രീറ്റ് ചെയ്യും. കാരണം മുലപ്പാലിന്റെ pH 7 ഉള്ളൂ, കുറവാണ്. അപ്പോൾ ബേസിക് ഡ്രഗ്സ് അവിടെ വന്ന് എലിമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ലിപ്പിഡ് സോലബിൾ, ഡെഫിനറ്റ്ലി, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സോ കഴിയുന്നതും നമുക്ക് ചെയ്യാവുന്നത് മരുന്ന് കഴിക്കുമ്പോൾ മുലയൂട്ടൽ ഒഴിവാക്കുക. ബിക്കോസ് ആയിരക്കണക്കിന് മരുന്നുകളുണ്ട്, എല്ലാം ഇവിടെ പറയാൻ നമുക്ക് പറ്റില്ല. സോ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ AC ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ ഒഴിവാക്കുക, ആൻഡ്രോജനിക് മരുന്നുകളാണെങ്കിൽ ഒഴിവാക്കുക, ആന്റി ക്യാൻസർ ഡ്രഗുകളെല്ലാം തന്നെ ഒഴിവാക്കുക, ആന്റി ഡിപ്രസന്റ്, ആന്റി സൈക്കോട്ടിക് പോലെയുള്ള CNS ആക്ട് ചെയ്യുന്ന ഡ്രഗുകൾ ഒഴിവാക്കുക. ദെൻ കാർബിമസോൾ എന്ന് പറയുന്ന ഡ്രഗ് വേണമെങ്കിൽ ഒഴിവാക്കാം. ദെൻ ദർ ആർ ലോട്ട് ഓഫ് ഡ്രഗ്സ് ഓൾസോ. സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് വിച്ച് ഹാസ് ടു ബി വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ആൻഡ് ഫൈനലി ഇനി പറയാനുള്ളത് ലങ്സിലൂടെയാണ്. ലങ്സിലൂടെ പോകുന്നത് ഓൾറെഡി പറഞ്ഞു, ഗേഷ്യസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കുള്ളത് മരുന്നുകൾ കുറവാണ്. നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. ദെൻ വോളറ്റൈൽ ലിക്വിഡ്സ്
ലൈക്ക് ഏതൊക്കെയാണ്? ഐസോഫ്ലൂറൈൻ, സീവോഫ്ലൂറൈൻ പോലെയുള്ള മരുന്നുകൾ. വളരെ കുറഞ്ഞ ലെവൽ ആൽക്കഹോൾ ഓൾസോ ക്യാൻ ഗെറ്റ് എക്സ്ക്രീറ്റഡ്. അതുകൊണ്ടാണ് നമ്മൾ മദ്യം കഴിച്ച ആൾക്കാരെല്ലാം മണം വരുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതെല്ലാമാണ് ഡിഫറെന്റ് റൂട്ട്സ് ഓഫ് എക്സ്ക്രീഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ വി വിൽ ബി ടോക്കിംഗ് മോർ അബൌട്ട് ക്ലിയറൻസ് ആൻഡ് ദ കൈനറ്റിക്സ് ഓഫ് ക്ലിയറൻസ്. സോ അപ്പോൾ നമുക്ക് ബയോളജിക്കൽ ഹാഫ് ലൈഫ്, ടി ഹാഫ് എല്ലാം നമുക്ക് അവിടെ പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.